സിസേറിയൻ ഡെലിവറിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഞാൻ കേൾക്കാറുണ്ട്. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് നോർമൽ പ്രസവം ഇഷ്ടപ്പെടാതോ അല്ലെങ്കിൽ ഭയന്നിട്ടോ ആണ്, അല്ലെങ്കിൽ അതിന്റെ വേദന പേടിച്ചിട്ടാണ് പല സ്ത്രീകളും സിസേറിയൻ മതി എന്ന് പറയുന്നതെന്ന്. അത് നിസ്സാരവൽക്കരിക്കുന്നതിന്റെ തുല്യമാണ്. സിസേറിയൻ ആരും വിചാരിക്കണ പോലെ ഒരു നിസ്സാര ഓപ്പറേഷൻ അല്ല, ഇതൊരു മേജർ ശസ്ത്രക്രിയ തന്നെയാണ്. ഇതിന്റെ രക്തസ്രാവം എന്ന് പറഞ്ഞാൽ 1 മുതൽ 1.5 ലിറ്റർ വരെയാണ്. അത് കൂടാതെ 7 ലെയറാണ് നമ്മളുടെ സ്കിന്ന് മുതൽ അകത്തേക്ക് കട്ട് ചെയ്തിട്ടാണ് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. 2 മിനിറ്റിലാണ് ഈ 1.5 ലിറ്റർ രക്തസ്രാവം ഉണ്ടാകുന്നത്. അമ്മയുടെ ഹീമോഡൈനാമിക്സ് ആണെങ്കിൽ അത് അതിനേലും വളരെ സങ്കീർണമാണ്. ഈ 1-2 മിനിറ്റ് കൊണ്ട് അമ്മയുടെ ബ്ലഡ് പ്രഷർ നല്ലോണം താഴും. ബിക്കോസ് പെട്ടെന്നാണ് ഈ രക്തസ്രാവം ഒക്കെ ഉണ്ടാകുന്നത്. ഇത് കൂടാതെ ഓരോ ലെയറും പ്രത്യേകം തുന്നണം. ഇത് കഴിഞ്ഞിട്ടുള്ള പെയിൻ മാനേജ്മെന്റോ മോർഫിൻ പോലുള്ള മരുന്ന് കൊടുത്തിട്ട് തന്നെ ആദ്യത്തെ 2-3 ദിവസം സ്ത്രീകൾക്ക് പെയിൻ മാനേജ്മെന്റും സാധിക്കാറുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്തും സിസേറിയനെ നമുക്ക് ലഘൂകരിച്ച് കാണാൻ പറ്റില്ല. നോർമൽ ഡെലിവറിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബേബി വരണ സമയം സെക്കൻഡ് സ്റ്റേജ് എന്ന് ഞങ്ങൾ പറയും. അത് പതുക്കെയാണ്. അത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ വരെയൊക്കെ എടുക്കാറുണ്ട്. പതുക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ബേബി വന്ന് പിന്നെ മറുപടി ഒരു 10-12 മിനിറ്റ് ശേഷം വന്ന് ഇത് ഓരോന്നും വരുമ്പോഴത്തേക്കും ബ്ലഡ് ലോസ് ഞങ്ങൾ കാണുന്ന ഒരു 500 ml കൂടുതൽ വരാറില്ല എന്നുള്ളതാണ്. പിന്നെ മുറിവും ഒട്ടും ഉണ്ടാവാറില്ല. യോനി മുഖത്തുള്ള ഒരു ചെറിയ മുറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സെൻസിറ്റീവ് ആണെന്നത് ഒഴിച്ചാൽ വലിയ കഠിനമായ ബുദ്ധിമുട്ടുകളൊന്നും അതിനുണ്ടാവാറില്ല. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് എണീറ്റ് അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയാകും. എന്നിരുന്നാലും ആരും ഈ പ്രസവം അല്ലെങ്കിൽ സിസേറിയൻ എന്ന പ്രക്രിയയെ ലഘൂകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ